ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കൊമിക് റീൽസ്. സോ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ മൂവിനെ കുറിച്ച് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. എക്സ്പെഷ്യലി ട്രെയിലർ റിലീസ്, പുതിയ ക്യാരക്ടേഴ്സ് ആൻഡ് സ്റ്റോറിയുടെ ഇമോഷണൽ ഡയറക്ഷൻ. റിപ്പോർട്ട്സ് പ്രകാരം സോണി 2 മാർക്കറ്റിംഗ് പ്ലാൻസ് കൺസിഡർ ചെയ്യുന്നു. ഫസ്റ്റ് ഓപ്ഷൻ എന്തെന്നാൽ ട്രെയിലർ പ്രൊജക്ട് ഹെയിൽ മേരി മൂവിക്ക് മുൻപ് തിയേറ്റേഴ്സിൽ മാർച്ച് 20 വീക്കെൻഡിൽ പ്രീമിയർ ചെയ്യുക, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഓൺലൈൻ റിലീസ് ചെയ്യുക. മാർവൽ മുൻപ് അവഞ്ചേഴ്സ്, ഡൂംസ്ഡേ ആൻഡ് അവതാർ ട്രെയിലേഴ്സിന് വേണ്ടി സിമിലർ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടുണ്ട്, തിയേറ്റർ അറ്റൻഡൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. സെക്കൻഡ് ഓപ്ഷൻ ഇൻസൈഡേഴ്സ് പറയുന്നത് കുറച്ചുകൂടി പോസിബിൾ ഓപ്ഷനാണ്. ട്രെയിലർ സിനിമാകോൺ ഏപ്രിൽ 13 ഈവൻറ്റിൽ ഡെബ്യൂട്ട് ചെയ്യും. അവിടെ സോണി എക്സ്ക്ലൂസീവ് ഫുട്ടേജ് ഓഡിയൻസിന് കാണിക്കും, പിന്നെ ട്രെയിലർ ഓൺലൈനിൽ റിലീസ് ചെയ്യും. എന്തായാലും സിനിമാകോണിൽ എന്തെങ്കിലും ഫുട്ടേജ് കാണും എന്ന് ഓൾമോസ്റ്റ് കൺഫേം ആണ്. അതുകൊണ്ട് ജൂലൈ 31 റിലീസിൻ്റെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാവും. മൂവിയിലെ മറ്റൊരു വലിയ ഡിസ്കഷൻ സേഡി സിംഗിന്റെ മിസ്റ്റീരിയസ് ക്യാരക്ടറാണ്. ഇപ്പോൾ പല ഇൻസൈഡേഴ്സ് പറയുന്നത് അദ്ദേഹം ജീൻ ഗ്രേ ആയിരിക്കുമെന്ന് ആണ്. വേറെ റിപ്പോർട്ട്സ് പ്രകാരം അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് ടെലിപ്പത്തിക് പവേഴ്സ് ഉണ്ട്, എക്സ്പെഷ്യലി മൈൻഡ് കൺട്രോൾ, വിച്ച് ഇസ് വൺ ഓഫ് ജീൻ ഗ്രേസ് മെയിൻ അബിലിറ്റീസ്. സെറ്റ് റിപ്പോർട്ട്സ് പറയുന്നത് അദ്ദേഹത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാമേജ് കൺട്രോൾ ഹണ്ട് ചെയ്യുമെന്നും അദ്ദേഹം ഗാർഡ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ഈവൻ ബ്രൂസ് ബാനറിനെ ഹൾക്കാക്കാൻ ട്രിഗർ ചെയ്യുകയും ചെയ്തുവെന്നും. അതുപോലെ സെറ്റിൽ അദ്ദേഹം ഗ്രീൻ ആൻഡ് യെല്ലോ കളർ ഡ്രസ് ധരിക്കുന്നതായി റിപ്പോർട്ടുണ്ട്, വിച്ച് ഇസ് ക്ലാസിക് മാർവൽ ഗേൾ ജീൻ ഗ്രേ കളേഴ്സ്. ഇത് ട്രൂ ആണെങ്കിൽ MCUവിൻ്റെ R616 ടൈമിൽ ഫസ്റ്റ് മേജർ മ്യൂട്ടൻ ഇൻട്രൊഡക്ഷൻ ആകും, വിച്ച് വിൽ സ്ലോലി സെറ്റ് അപ്പ് ദ മ്യൂട്ടൻ സാഗ ബിഫോർ ദ ഫുൾ എക്സ്മെൻ ടീം അറൈവ്സ്. റിപ്പോർട്ട്സ് ഇതും പറയുന്നു സേഡി സിംഗ് മൾട്ടിപ്പിൾ മൂവി കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ്. അതുകൊണ്ട് അദ്ദേഹം ഫ്യൂച്ചർ MCUവിൽ വലിയ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആയിരിക്കും. ഇതിലൊക്കെ മൾട്ടിവേഴ്സ് കണക്ഷൻസ് ആൻഡ് ന്യൂ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും പ്രൊഡ്യൂസർ എമി പാസ്കൽ പറഞ്ഞത് സ്പൈഡർമാൻ സ്റ്റോറിന്റെ ഹാർട്ട് ഓൾവേസ് പീറ്റർ പാർക്കറിന്റെ ഹ്യൂമൻ സ്റ്റോറി ആയിരിക്കാമെന്നാണ്. അദ്ദേഹം പറഞ്ഞത് സ്പൈഡർമാൻ മൂവി ജസ്റ്റ് സൂപ്പർ ഹീറോ ആക്ഷൻ മാത്രമല്ല, ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗും ഇമ്പോർട്ടൻ്റ് ആണ്. പീറ്റർ പാർക്കറിന്റെ പേഴ്സണൽ സ്ട്രഗിൾസ് ആൻഡ് ചോയ്സ് ആണ് ക്യാരക്ടറിനെ റിലേറ്റബിൾ ആക്കുന്നത്. സ്പൈഡർമാൻ നോ വേ ഹോം ഈവൻസിനു ശേഷം പീറ്ററിന് ആൻമേ ലൂസ് ചെയ്തു, പിന്നെ മൾട്ടിവേഴ്സ് സേവ് ചെയ്യാൻ വേണ്ടി തന്റെ ഐഡന്റിറ്റി സാക്രിഫൈസ് ചെയ്തു. അതുകൊണ്ട് MJ മറ്റുള്ളവരും പീറ്ററിനെ മറന്നു. പുതിയ മൂവിയിൽ പീറ്റർ പാർക്ക് ഐഡന്റിറ്റി ഇഗ്നോർ ചെയ്ത് സ്പൈഡർമാൻ മാത്രമാകാൻ ട്രൈ ചെയ്യുന്നു, which may cause strange changes in his body, including organic web powers ഡെവലപ്പ് ചെയ്യുമെന്നും റൂമേഴ്സ് ഉണ്ട്. അതുപോലെ ഇമോഷണൽ സൈഡും സ്ട്രോങ് ആയിരിക്കും, കാരണം പീറ്റർ MJ വേറൊരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ കാണുന്നു വൈൽ ഡീലിംഗ് വിത്ത് വില്ലൻസ് ആൻഡ് ക്യാരക്ടേഴ്സ് ലൈക്ക് ഹൾക്ക് ആൻഡ് പണിഷർ. ബിഗ് ആക്ഷൻ എലമെന്റ്സ് ഉണ്ടെങ്കിലും മൂവിന്റെ കോർ തീം പീറ്റർ പാർക്കറിന്റെ ഹാർട്ട് ആൻഡ് ഹ്യൂമാനിറ്റി സ്പൈഡർമാൻ എസെൻഷ്യൽ ആണെന്നതാണ്. സോ ഈ പുതിയ അപ്ഡേറ്റ്സ് പറ്റിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സോ നെക്സ്റ്റ് റീലോഡ്സ് സ്റ്റേ റീൽ വിത്ത് us.